ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രഷർ കുക്കർ ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് പറ്റിയ രീതിയിലാണ് ചിക്കൻ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിക്കൻ കഷ്ണങ്ങളൊന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം വലിയ കഷ്ണങ്ങളല്ലേ, അതിനുള്ളിലേക്കൊക്കെ മസാലയൊക്കെ പിടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ എടുക്കാനായിട്ട്. വലിയ കഷ്ണങ്ങളാണെങ്കിൽ മാത്രം, ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, അതുപോലെ മതിയാവും. ഞാനിപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. പ്രഷർ കുക്കർ ബിരിയാണി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് അതാണ് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ബിരിയാണി ഇങ്ങനെ പ്രഷർ കുക്കറിൽ വെക്കുമ്പോൾ കാണാനും നല്ല കളർഫുള്ളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളച്ച് ഇരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് നോക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാതും ചിക്കൻ പീസിലേക്ക് നല്ല പോലെ പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ ചിക്കനിലേക്ക് മസാല എല്ലാതും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒന്നില്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കുക, അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലാണ് വെക്കുന്നത്. അതിനുശേഷം നമുക്കിത് എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വെക്കുകയാണ്. അപ്പോൾ ഇത് ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ആ നേരം കൊണ്ട് നമുക്ക് ബിരിയാണികൾക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. പ്രഷർ കുക്കർ ബിരിയാണിയിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ സവാള അതൊന്നും ഫ്രൈ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി. ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. എനിക്കിതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യണു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്നായി വരുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി വീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിന് എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഞാനിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 സവാള, മീഡിയം സൈസ് വലിപ്പമുള്ള 2 സവാള ഇതേപോലെ നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വറുത്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ സവാള ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാനിതും ഓയിലിൽ നിന്ന് കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഈ സെയിം ഓയിലിൽ തന്നെ ഞാൻ ചിക്കൻ പീസോളം ഇട്ട് കൊടുക്കുകയാണ്. ഇതിലാവുമ്പോൾ ആ കിസ്മിസിൻ്റെയും അതുപോലെ തന്നെ ആ കാഷ്യൂവിൻ്റെ അതുപോലെ തന്നെ ആ സവാളയിലൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അതുകൊണ്ടാണ് സെയിം ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ചിക്കൻ പീസോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ആയി വരട്ടെ. ഫ്രൈ ആവുന്നതനുസരിച്ച് ഓരോ സൈഡ് ഫ്രൈ ആവുന്നതനുസരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ പീസോളം അല്ലാതെ വിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് അടച്ച് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാൻ അത് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അങ്ങനെ ചിക്കൻ പീസ് ആവുന്ന വരെ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിപ്പോൾ വലിയ പീസായ കാരണമാണ്. ചെറിയ പീസുകളാകുമ്പോൾ ഇത്ര സമയം വേണ്ട വരില്ല. വലിയ പീസുകളാകുമ്പോൾ എല്ലാ സൈഡും ഫ്രൈ ആയി വരണ്ടേ. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചിക്കൻ പീസ് പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് ഓയിലിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ബാക്കിയുള്ള ചിക്കൻ പീസുകളെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം. നമ്മൾ സവാളൊക്കെ പൊരിച്ച് വെച്ചിട്ടില്ലേ, ആ ഓയിലിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതാകുമ്പോൾ ആ സവാളയിലൊക്കെ ഫ്ലേവർ ശരിക്കും നമ്മുടെ ബിരിയാണിക്കൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ പുതിയ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി 2 ഗ്രാമ്പു, 2 ഏലക്കായ, 1 കഷ്ണം കറുവപ്പട്ട ചെറിയ കഷ്ണങ്ങളായി പൊട്ടിച്ചെടുത്തത്, 1 തക്കോലം, പിന്നെ ഒരു ബേ ലീഫ്, ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായിട്ട് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
ഒരുണ്ട വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി നല്ല പോലെ ചതച്ചെടുത്തത് കേട്ടോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇതിന് പച്ചമണം മാറി വരണം, ആ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ സവാള ഒന്ന് വാടി വരണം, അതുവരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഗരം മസാല. അപ്പോൾ ഈ പൊടികളെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാതും മൂത്ത് വരണം, അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള തക്കാളി എല്ലാതും വെന്ത് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കൈ പുതിനയില അരിഞ്ഞതും, 1 കൈ മല്ലിയില, കുറച്ച് സവാള ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. മസാലയും ചിക്കനും നല്ല പോലെ മിക്സായി വരണം. അപ്പോൾ 5 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ചിക്കനിലെല്ലാം നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് റൈസ് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്ന അരി ജീരകശാലയാണ്. അപ്പോൾ ജീരകശാല കണക്ക് വെച്ചിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം, തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പച്ചവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ തിളയ്ക്കുന്ന നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കണ്ടില്ലേ, പിന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വെള്ളത്തിൽ എപ്പോഴും ഉപ്പിൻ്റെ അളവ് മുന്നിട്ട് നിൽക്കണം. എന്നാലാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ അത് വെന്ത് വരുമ്പോൾ കറക്റ്റ് ആ റൈസിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് വാർത്ത് വെച്ചിട്ടുള്ള അരിയായിരുന്നു, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 2 കപ്പ് അരിയാണ്, ജീരകശാല റൈസാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും എടുത്ത് പറയുന്നതാണ്. ജസ്റ്റ് ഒരു കയ്യിൽ വെച്ചിട്ട് ഈ അരിയൊക്കെ ഒന്ന് താഴ്ന്ന് കിടക്കുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 1 കൈ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ വെയിറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, എന്നിട്ടാണ് വെച്ചിട്ടുള്ളത്. 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഇരുന്ന് വേവട്ടെ. 7 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. കണ്ടില്ലേ, 15 മിനിറ്റിന് ശേഷം നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്തുള്ള റൈസിൻ്റെ വേവെല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ് കേട്ടോ. ഇനി എന്നത്തെയും പോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഗ്രാമ്പു, ഏലക്കായ, ഈ ബേ ലീഫ്, ഈ ഐറ്റംസൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാലോ ഇട്ട് കൊടുത്തിട്ട് എണ്ണ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ പറക്കി മാറ്റുക. ഇല്ലെങ്കിൽ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് കടിച്ച് കഴിഞ്ഞാൽ ബിരിയാണിയുടെ എല്ലാ ടേസ്റ്റ് പോവും. അപ്പോൾ ഇത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനും അതുപോലെ തന്നെ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.